ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാവിലെ ഒരു 10-10:30 മണി മുതൽ പുറത്ത് നല്ല മഴയാണേ. ഒരു കോമഡി എന്താണെന്നല്ലേ, ഈ കാണുന്ന സ്കൂട്ടി ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പേ കഴുകി വെച്ചതേ ഉള്ളൂ. അപ്പൊ തന്നെ തുടങ്ങി മഴ. ബാക്കിയൊക്കെ ഞാൻ കഴുകിക്കോളാമെന്ന് മഴ. മഴയത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റും സുഖവും സന്തോഷമൊക്കെ ഉള്ള കാര്യമല്ലേ. അങ്ങനെ ആദ്യം തന്നെ ഒരു വരിക്ക ചക്ക ഞങ്ങൾ എടുത്തങ്ങ് മുറിച്ചു. ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുള്ള പ്ലാവ് ഒരു ചക്ക നിപ്പുണ്ട്, പക്ഷെ അത് നല്ല വരിക്ക ചക്കയല്ല കേട്ടോ. അവിക്കാനുള്ള ചക്കയെല്ലാം നമുക്കിവിടെ പ്ലാവിലുണ്ടെങ്കിലും വരിക്ക ചക്ക ഞങ്ങൾക്ക് വളരെ സുലഭമല്ല. എന്തായാലും കാശ് കൊടുത്തത് ചതിച്ചില്ല. നന്നായിട്ട് പഴുത്ത ഒരു വരിക്ക ചക്ക ഞങ്ങൾക്ക് കിട്ടി. അതിനെ പറപറാന്ന് ഞങ്ങൾ അറുത്ത് പറക്കിയെടുത്തു. ഈ അറുത്തോണ്ടിരിക്കണയിടെ തന്നെ ഞാൻ 2-3 ചക്കയൊക്കെ അകത്താക്കി. വരിക്ക ചക്കയും മാങ്ങയൊക്കെ ഒരു പ്രത്യേക മണമാണ് അല്ലേ. എന്തൊരു മണമാണ് അത്. കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ചക്ക അറുക്കാൻ തുടങ്ങിയ സമയം മുതൽ ഗഗൻ അതുമായിട്ട് ചുറ്റിപ്പറ്റി അങ്ങനെ നിന്ന് 2-3 ചുളയൊക്കെ അകത്താക്കി അപ്പോഴപ്പോഴായിട്ട് വന്ന് കൈനീട്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. ചക്കയുടെ ചവണിന്ന് പുറത്തു വന്നതും അതിന്റെ സ്ഥാനം തന്നെ മാറി. പതിയെ ഹാളിലേക്ക് നീങ്ങി 2 പാത്രത്തിലായിട്ട് ചക്കയെല്ലാം നിരന്നു. ഒപ്പം ചക്കയ്ക്ക് ചുറ്റും ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി. ആരെങ്കിലും കൂടെ ഇങ്ങനെ ഇളക്കി കൂടെ ഇട്ട് തരാനുണ്ടെങ്കിൽ വളരെ സുഖമായി, എളുപ്പമായി. പിന്നെ ചറവറ കഴിക്കലോട് കഴിക്കൽ. ചക്ക വിശേഷങ്ങളും ചക്കയുടെ രുചിയും ടേസ്റ്റിനെ കുറിച്ചുള്ള പുകഴ്ത്തലും പറച്ചിലും ഒക്കെ ആയിട്ട് ആ ചർച്ച അങ്ങനെ നീണ്ടങ്ങ് പോകും. പുറത്ത് നല്ല മഴയും ഒപ്പം അകത്ത് ചക്കയുടെ വളരെ മനോഹരമായ മണവും ചക്കയുടെ ടേസ്റ്റും രുചികളുമായിട്ട് പിന്നെ ബാക്കി പാചകങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ചക്കയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ചായക്ക് മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ചേന. അടുക്കളയിലെത്തിയ ചേന പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു. അടുക്കളയിൽ സ്ഥിര ഇവയുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന അമ്മമാർക്ക് അറിയാലോ, ഇതിൽ ചിലത് നന്നായിട്ട് ചൊറിയും. ചേനയും ചേമ്പൊക്കെ നല്ല ചൊറിയുന്നതായിട്ട്, ചിലത് തൊലി കളയുന്ന സമയത്തും ചിലത് കഴുകുന്ന സമയത്തൊക്കെ ചൊറിച്ചിൽ തുടങ്ങും. എന്നാലും ഇതൊന്ന് തിളച്ചു കഴിയുമ്പോഴേക്ക് ഇതിന്റെ ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ, നല്ലതാണെങ്കിൽ. അപ്പൊ ഇത് അങ്ങനെ ചൊറിയുന്നില്ല, തൊലി കളയുന്ന സമയത്ത് ചൊറിയുന്നില്ലെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും തരുന്നതായിട്ട് എപ്പോഴും എന്തെങ്കിലും കിഴങ്ങുകൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. മിക്ക ദിവസവും കാച്ചിലും ചേനയോ ചേമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളിവിടെ കാണും കേട്ടോ. ഇത് ആന്റിയുടെ വീട്ടിൽ നിന്ന് തന്നതാണ് ചേനയും കാച്ചിലും കുറച്ച് ചീനിക്കിഴങ്ങൊക്കെ. അതിൽ ബാക്കിയെല്ലാം അവിച്ചു കഴിഞ്ഞു. ഇനി ചേന മാത്രമേ ഉള്ളൂ. അപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്തെങ്കിലും ചായയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചമ്മന്തിയോടെ അരച്ചാൽ നല്ല എൻജോയ് ആയിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിതാ ചേനയെല്ലാം തൊലി കളഞ്ഞ് അടുപ്പത്ത് വെക്കാനായിട്ട് പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് കിഴങ്ങും ചേനയും ചേമ്പൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ചേനയോ ചേമ്പ് എന്ത് കിട്ടിയാലും ചൊറിയുമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അരിയുന്ന ഒരു പ്രത്യേക രീതിയാണ്. 2 കയ്യിലും പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടി പതിയെ ചേനയോ ചേമ്പിനെയോ പിടിച്ച് തൊലി കളയുന്നത്. എന്നാലും കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ആണെങ്കിൽ അത് കീറി അതിനകത്തൂടെ ചൊറിഞ്ഞ് പറക്കി എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. വൈകുന്നേരമായപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. തുണികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പുറകിലാണ് കേട്ടോ ഇടുന്നത്. മഴ സമയത്ത് കൊച്ചുകുട്ടികളുടെ ആയാലും നമ്മുടെ ആയാലും തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ വളരെ പാടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? തൊലി കളഞ്ഞ ചേനയെ ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുന്ന സമയത്ത് അറിയാം ഇത് ചൊറിച്ചിലുണ്ടോന്ന്. കഴുകുന്ന സമയത്ത് ചെറുതായിട്ട് ചൊറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കൈയെന്ന് പറഞ്ഞു. എന്നാലും അതൊന്നും വകവെക്കാതെ ഇതാ കഴുകിയെടുത്ത് നമ്മൾ ചായക്ക് വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേനക്കുട്ടൻ. തിളച്ചു കഴിയുമ്പോൾ ചൊറിച്ചിൽ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ ചേനയും ഇതാ കഴുകി പറക്കി എടുക്കുക. ചോറും മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും, ഗ്യാസ് ലാഭിക്കുകയും ചെയ്യുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കഴുകി പിറക്കിയൊക്കെ എടുത്ത് അടുപ്പിലിതാ വെച്ച് കഴിഞ്ഞു. ഇത് പെട്ടെന്ന് തന്നെ അടുപ്പ് കത്തിയിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വെന്തോളും. നമുക്ക് ചായക്ക് പലഹാരവും ആയി. ചേന അടുപ്പ് കയറിയ സമയം തൊട്ട് പുറത്ത് നല്ല മഴയാണ്. എന്താ അല്ലേ, ഇതേ നോക്കിക്കേ. ചൂടോടെ ചേന കഴിക്കുന്നത് സ്വപ്നം കണ്ട് ഞാൻ എങ്ങനെ പുറകിലിരുന്ന് കുറെ സമയം മഴയെ കണ്ടോണ്ട് ചെടികളെല്ലാം നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുകയാണ് മഴ. ഈ സമയം അടുപ്പിലെ ചൂടിലിരുന്ന് നന്നായിട്ട് ചേന തിളയ്ക്കാനായിട്ട് തുടങ്ങി. തിളച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറെ സമയം കൂടെ വെയിറ്റ് ചെയ്യാം.
വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് പതിയെ അവനെ വടിച്ചെടുക്കാം. എന്റെ കൊതി പോലെ തന്നെ ചേന ചതിച്ചു. ചേന വെന്തില്ല. കുറെ സമയം അടുപ്പത്തിരുന്നിട്ടും ചേന വേകാതെ ചായക്ക് ഞങ്ങൾ വേറെ പലഹാരം വാങ്ങിച്ചു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.